കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ അതിന് വേണ്ട സഹായം. ചില ആൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ എഴുതാൻ തന്നെ അറിയില്ല. അപ്പോ ആ കാര്യങ്ങൾ ഒരാളെ അടിച്ചിട്ടുണ്ടാവും, ഒരാളെ അടിച്ചു, നമുക്ക് വേദനയൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അയാൾ എഴുതി കൊടുക്കുന്നതിൽ പരാതി എന്നെ അടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ഒഫൻസ് ആവില്ല. അടിച്ചു കഴിഞ്ഞാൽ പരിക്കുണ്ടാവുകയോ വേദന ഉണ്ടായാലേ ഒഫൻസ് ആവുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് ഒരു പരാതി എഴുതി കൊടുക്കണം. അതിനുള്ള സംവിധാനം, ആ കേസ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉടനെ അതിന് ജില്ലാ പോലീസ് മേധാവി കൊടുക്കണം, അവിടെ ഇല്ലെങ്കിൽ കോടതി കൊടുക്കണം. ആ ഒരു സഹായം ചെയ്യും. then രണ്ടാമത് കേസ് മോണിറ്റർ ചെയ്യുക. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ വിശ്വാസമൊക്കെ ആണെങ്കിൽ ഒരു നിയമവേദിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 16ഓളം അഭിഭാഷകരുണ്ട്. അപ്പോൾ അവർ അതിനുള്ള അപേക്ഷ കൊടുക്കും, മോണിറ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കും. പിന്നെ കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനുള്ള അപേക്ഷ തയ്യാറാക്കും. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈം പ്രിവെൻഷൻ. നമുക്ക് പറയുന്നത് കുറ്റകൃത്യങ്ങളിൽ നമ്മൾ ഉള്ള കുറ്റകൃത്യങ്ങൾ തടയുന്ന പകരം പുതിയ കുറ്റകൃത്യങ്ങൾ വരാതിരിക്കാൻ അതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ടാർഗറ്റായി കണ്ടിരിക്കുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഏറ്റവും കൂടുതൽ കേസുകളിൽ ഉൾപ്പെടുന്നതും പ്രതിയായിട്ട് ബാധിയായിട്ട് ഉൾപ്പെടുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വിശ്വാസിന്റെ വളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ട്. ആ വളണ്ടിയർ ഗ്രൂപ്പ് ഓരോ കോളേജുകളിലും വളണ്ടിയർ ഗ്രൂപ്പുകൾ വ്യക്തിയാണ്. നിങ്ങൾ ക്രൈമിനെ കുറിച്ചും ക്രൈം പ്രിവെൻഷൻ, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുറ്റകൃത്യങ്ങളുടെ വാദിയോ പ്രതിയോ വരാതിരിക്കാനും കുറ്റകൃത്യങ്ങൾ വന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. ദെൻ ക്രൈം കൗൺസിലിംഗ്, അത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ അതിന് നീതീകരണം എന്നാണ് ആ പരിപാടിയുടെ പേര്. ഹൗ ടു ബിഹേവ് വിത്ത് വിക്ടിംസ്. ഒരു അതിജീവിത, ഒരു വിക്ടിം വരികയാണെങ്കിൽ, ഇര വരികയാണെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്ന് പറയാനുള്ള നീതീകരണം പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ നടത്തി കഴിഞ്ഞ് ഈ സമൂഹത്തിന്റെ ആ അറിവില്ലായ്മ, പ്രത്യേകിച്ച് നീതി രംഗത്ത് ഉള്ള അറിവില്ലായ്മ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വിശ്വാസം എന്നുള്ള സംഘടനയ്ക്ക് ഇപ്പൊ കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വേരുകളുണ്ട് എന്നുള്ളത് എന്റെ ഒരു സംശയമുണ്ട്. പിന്നെ ഇതുപോലുള്ള വേറെ സംഘടനകൾ കേരളത്തിലുണ്ടോ എന്നും കൂടെ ഞാൻ ചോദിക്കാം. എക്സാക്ട്ലി. അതായത് കുറ്റകൃത്യങ്ങളെ ഇരകളെ സഹായിക്കുന്ന സംഘടനകൾ പലപ്പോഴും ഇല്ല. പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മനുഷ്യാവകാശ സംഘടനകൾ ധാരാളം ഉണ്ടെങ്കിലും പലപ്പോഴും അവർ പ്രതികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചാണ് കൂടുതൽ നോക്കുന്നത്. അപ്പൊ ഇരകളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പലപ്പോഴും സംഘടനകളില്ല. അപ്പൊ അതിന് പല നമ്മളെ ദേശീയ തലത്തിലൊക്കെ പല സംഘടനകൾ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ അതൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് 2012 ആദ്യമായിട്ട് ഈ വിശ്വാസ് എന്ന് പറഞ്ഞ സംഘടന വിക്ടിംസ് ഇൻഫർമേഷൻ സെൻസിറ്റൈസേഷൻ വെൽഫെയർ ആൻഡ് അസിസ്റ്റൻസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന പാലക്കാട് ആരംഭിച്ചു. പാലക്കാട് ജില്ലാ കളക്ടറാണ് അതിന്റെ പ്രസിഡന്റ്. അങ്ങനെ ആരംഭിച്ചു. പിന്നീട് ഇപ്പോൾ അത് വിശ്വാസ് ഇന്ത്യയായി. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിശ്വാസ് ഇന്ത്യയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഒരു മുൻ DGP ഡോക്ടർ PM നായരാണ് അതിന്റെ ദേശീയ പ്രസിഡന്റ്. ഇന്നിപ്പോ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ ചാപ്റ്റർ ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചാപ്റ്റർ വരുന്നുണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ അതിന്റെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇത് വിശ്വാസ് എന്ന സംഘടനയോ അതിന്റെ സമാനമായ സംഘടനകളോ ഒരു ജില്ലയിൽ ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. അത് വിശ്വാസമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ആരെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അതിന് തയ്യാറാണ്. അങ്ങനെയുള്ള സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധാരണക്കാരന്റെ ഇരകളുടെ അതിജീവിതരുടെ പ്രശ്നങ്ങൾ അത് സമൂഹത്തിന്റെയും നീതിപീഠത്തിന്റെയും മുന്നിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ സംഘടനകളൊന്നും എന്നെ പോലെ ഞാനിത്തിരി മനസ്സിലാക്കുന്നതാണ്. നമ്മളെ പോലുള്ള ആളുകൾ പോലും ഇത് എത്ര അടുത്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് സാധാരണക്കാരുടെ എളുപ്പം എത്തുന്ന രീതിയിൽ ഇതൊന്നും നമുക്ക് കൈയെത്തിപ്പെടുന്ന തലത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഉണ്ടെന്ന് സാറ് പറയുന്നു. ഇതൊന്നും നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് അവരെ സമീപിക്കത്തക്ക രീതിയിലുള്ള എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നും കൂടെ എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ നല്ലൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് ഒന്നാണ് ഈ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി. അതായത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഒരു മജിസ്ട്രേറ്റോ മുനിസിപ്പോ അല്ലെങ്കിൽ അവിടെ ജില്ലാ ജഡ്ജോ ചെയർമാനായിട്ട് ഒരു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അപ്പൊ ഈ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിന് അതുകൊണ്ട് ജില്ലയിൽ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ ആ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സബ് ജഡ്ജാണ്, സബോർഡിനേറ്റ് ജഡ്ജാണ് സെക്രട്ടറി. അതിന്റെ ചെയർമാൻ ജില്ലാ ജഡ്ജാണ്, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജാണ്. ഈ സബ് ജഡ്ജ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് തലത്തിലുള്ള ആളുകളല്ലേ? ഇവരെല്ലാം വളരെ തിരക്കുള്ള ആളുകളല്ല. അതിനുവേണ്ടി മാത്രം ഈ സബ് ജഡ്ജിനെ ജില്ലയിലെ ലീഗൽ ഒരു ജോലിയില്ല, ഇതിന്റെ പരിപാടിക്ക് വേണ്ടി മാത്രം. വിശ്വാസ സംഘടനകളൊക്കെ അവരുമായിട്ട് ലിങ്ക് ചെയ്താണ് അവരുടെ അക്രഡിറ്റഡ്. ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു പരിചയക്കുറവുണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയിലും ഒക്കെ എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാറിന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലായിടത്തും ആളുകൾ ഇത് ബന്ധപ്പെടുന്നുണ്ടോ? ഉണ്ട്. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളൊക്കെ വളരെ എഫക്റ്റീവാണ്.
പക്ഷെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടൊക്കെ വരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അവിടെയാണ് നിഷ്പക്ഷമായ ഒരു നിലപാടുകൾ ഉണ്ടാവില്ല. അപ്പൊ പലപ്പോഴും അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും വളരെ നന്നായിട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പൊ ഏത് ആൾക്കാർക്ക് പ്രശ്നം വന്നാലും അത് ഒരു വളരെ ഒരു വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിലെ ഒരു ഈ സാധാരണക്കാരന് ഈ സാഴേക്കടയിൽ തന്നെ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഘടന, ശരിയായ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് കേസ് കൊടുക്കണമെങ്കിൽ, അത് വാദിയായിട്ടോ പ്രതിയായിട്ടോ സ്ത്രീക്ക് കേസ് കൊടുക്കണമെങ്കിൽ ഒരു സ്ത്രീയാണ് അത് പറയുന്നത്, ആ സ്ത്രീക്ക് 5 പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല, സൗജന്യ നിയമസഹായമാണ്. അവർക്ക് വേണ്ടി ഒരു വക്കീലിനെ താലൂക്ക് ലീഗൽ കമ്മിറ്റി വെച്ചു കൊടുക്കും. ആ വക്കീലിന്റെ ഫീസ് സർക്കാരാണ് കൊടുക്കുന്നത്. ആ രീതിയുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ കാര്യം. അതുപോലെ പുരുഷനാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ താഴെ വാർഷിക വരുമാനമുള്ള താഴെയുള്ള പുരുഷനും കേസ് വെച്ചു കൊടുക്കും. എല്ലാ ഫാക്ടറി തൊഴിലാളികൾക്കും ഫ്രീ ആണ്. പക്ഷെ ഈ സന്ദേശങ്ങളൊന്നും എഴുത്തുന്നില്ല. അത് മനസ്സിലായി. ഇത് എത്രത്തോളം നമ്മുടെ മീഡിയകള് എല്ലാത്തരം മീഡിയകളിൽ എത്രത്തോളം ഇത് പ്രചരണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സാറിന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ കുറവാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ വരുള്ളൂ. സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യത്തിൽ പോയിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ പത്രത്തിൽ ഇന്ന കാര്യങ്ങളിലാണ്. ഇവിടെ ഒരാളെ കുത്തി കൊന്നാൽ വലിയ വാർത്തയാണ്. ആ കൊന്നവനെയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവനെയോ അല്ല രക്ഷപ്പെട്ടാലോ ഒന്നും അത് ഒരു വിഷയമല്ല അല്ലേ. ഈ കുത്തി കൊല്ലുന്നതും അത് വലിയ വെട്ടയ്ക്ക വാർത്തയാണ്. പക്ഷെ ഇതില് മറ്റ് പല കാര്യങ്ങളും പിന്നീട് ആ വാർത്ത നശിച്ചു പോവുകയും വിവാദങ്ങള് ഉള്ള വാർത്തകൾ അതിന് ഉണ്ടല്ലോ, പല പല വാർത്തകൾ. ഈ ഇരകളുടെ അവരുടെ ജീവിതത്തെ കുറിച്ചും ഇരകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ കുറിച്ചും പഠിക്കാനുള്ള ഒരു പ്രത്യേക ഒരു മേഖല തന്നെയുണ്ട്. അത് വിക്ടിമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിക്ടിമോളജി എന്ന മേഖലയുടെ ഇന്ത്യയിലെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹം റിട്ടയർഡ് IG BN രാജൻ, പാലക്കാടുകാരനാണ്. അദ്ദേഹം 2 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പോൾ വിക്ടിമോളജി, അപ്പോൾ ആ വിക്ടിമോളജിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഈ സാധാരണക്കാരന് നിയമസഹായം കിട്ടുന്നതിൽ പലപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ നിയമത്തിൽ തെറ്റായത് സംഭവിച്ചാൽ അതിനെ കാണിക്കാൻ മാധ്യമങ്ങൾ ധാരാളമുണ്ട്. അത് മാധ്യമങ്ങളുടെ കടമയാണ്, അത് നിർബന്ധമായി ചെയ്യണം. പക്ഷെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങൾ വളരെ ശ്രദ്ധ കാണിക്കുന്നില്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ള ലീഗൽ സംവിധാനങ്ങൾ, ലീഗൽ സർവീസ് സൊസൈറ്റി അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ജനത്തിന്റെ ശ്രദ്ധയിൽ ആകർഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കടമയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുന്ന വിഷയം തന്നെ ഒരു മാധ്യമത്തിലൂടെയാണ് വരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ വളരെ അവർക്ക് സെൻസേഷണൽ സാറിനെ പോലെ ഒരാള് ഈ രംഗത്ത് പ്രോസിക്യൂട്ടറായിട്ട് ഒരുപാട് അനുഭവ പരിചയങ്ങളുണ്ട്. ഈ നാടിന് പുറത്തുള്ള പ്രോസിക്യൂഷൻ നിയമങ്ങളെ പറ്റി സമഗ്രമായ ഒരു അറിവുള്ള ഒരാള് അങ്ങയുടെ അറിവിനെയും അങ്ങയുടെ പരിചയത്തിനെയും മനസ്സിലാക്കി പോവാൻ ഇതുപോലെ എത്ര ശ്രമിച്ചിട്ടുണ്ടെന്നും കൂടെയാണ് എൻ്റെ ഒരു ചോദ്യം. വലിയൊരു പ്രശ്നമാണ്. അതായത് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടുത്തെ ക്രൈം റേറ്റ് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിറ്റി പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി പോലീസ് ഉണ്ട്, ജനമൈത്രി പോലീസ്, അതുപോലെ കമ്മ്യൂണിറ്റി പ്രോസിക്യൂഷൻ. അതായത് പ്രോസിക്യൂട്ടർമാര് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ലാണ്. അവർ സ്കൂളുകളിൽ, കോളേജുകളിൽ, റെസിഡൻസ് അസോസിയേഷനുകളിൽ എല്ലാവരുടെയും പോയി അവർ ക്ലാസ്സുകൾ എടുക്കുക. പ്രോസിക്യൂട്ടർ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് വരുത്തുക. ഒരു പ്രോസിക്യൂട്ടർ അടുത്ത് വരാനൊരു പേടി ഇല്ലാതാക്കുക ആ ഗ്രൂപ്പുകൾ. അപ്പൊ എവിടെയൊക്കെ കമ്മ്യൂണിറ്റി പ്രോസിക്യൂഷൻ ഗ്രൂപ്പുകൾ തുടങ്ങിയോ അവിടെയൊക്കെ ക്രൈം റേറ്റ് കുറയുന്നതായിട്ടാണ് പല രാജ്യങ്ങളും ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ വളരെ ഉൾക്കൊണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പ്രോസിക്യൂഷൻ ഇനീഷ്യേറ്റീവ് ഒക്കെ ചെയ്തു. അതൊരു വർക്കിംഗ് മോഡലൊക്കെ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ ഞാൻ നടത്തി. പാലക്കാടും എറണാകുളത്തും ഒക്കെ അതിന്റെ ക്ലാസ്സും പരിപാടിയൊക്കെ നടത്തി. അതിനൊക്കെ അപഗ്രഥിച്ചിട്ട് അത് ഒരു UK ലണ്ടനിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലാക്കി. അത് വളരെയധികം ആൾക്കാർക്ക് അത് ശ്രദ്ധമായിട്ട് പല രാജ്യത്തെ ആൾക്കാരെ അത് നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് നേരിട്ട് വന്ന് എന്റെ മോഡലൊക്കെ ചോദിക്കുകയോ ചെയ്തു. കേരള ഗവൺമെന്റിന് ഞാനത് സബ്മിറ്റ് ചെയ്തു. ആയിട്ട് കേരള ഗവൺമെന്റ് അതില് കുറെ ചോദ്യങ്ങളൊക്കെ മടക്കിയിട്ട് അത് തിരിച്ചയക്കുകയും ചെയ്തു. അതാണ് അതിനെക്കുറിച്ച് വ്യാപ്തി മനസ്സിലാക്കാൻ പോലും അറിയില്ല. ഭരിക്കുന്ന ആളുകളുടെ ആർജവവും സത്യസന്ധതയും ഈ കാഴ്ചപ്പാടും പ്രധാനവും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അതാണ് ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം. ഇപ്പൊ എനിക്കറിയില്ല, സാറിനുള്ള അനുഭവങ്ങൾ സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നാലും അത്തരം കാര്യങ്ങളിലോട്ട് നമുക്കിനി പോകുന്നതിന് മുൻപേ അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് സാറിന്റെ ഈ ഔദ്യോഗികമായ ഒരു ജീവിതം ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ രംഗത്ത് 24 വർഷത്തെ പരിചയം. പ്രോസിക്യൂട്ടറായിട്ട് ജീവിതം ആരംഭിച്ചു. ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനായിട്ട് എറണാകുളത്ത് റിട്ടയറായി. ആ ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ ചില അനുഭവങ്ങളുടെ ആ തീഷ്ണതയും അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന
ചില കാര്യങ്ങൾ. വളരെയധികം ഈ ജോലി ശരിക്കും ആസ്വദിച്ച് ജോലി എടുത്ത ആളാണ് ഞാൻ. എത്രയും 100% സാറ്റിസ്ഫാക്ഷൻ, ലാസ്റ്റ് വർക്കിന്റെ വരെ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതാണ്. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നത് മുഴുവൻ ഈ ഇരകളാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർ മാത്രമേ വരുന്നത്. പക്ഷെ അവർക്കൊരു നമ്മുടെ ഒരു സാന്ത്വനം നമ്മൾ നൽകുന്നതിന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് അവരെ വരുമ്പോൾ തന്നെ അവരെ നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു, ഇരിക്കാൻ കസേര കൊടുക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ അതുപോലെ പലപ്പോഴും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതുപോലെ 1-2 കേസുകൾ ഞാൻ പറഞ്ഞ അൽഫോൻസിന്റെ കേസുകൾ, അതുപോലെ ബംഗാളിൽ നിന്ന് പാലക്കാട് ബോർഡറിലെ ഒരു ലോഡ്ജിൽ നിന്ന് പിടിച്ച ഒരു പെൺകുട്ടി, വളരെ 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പിടിച്ച് ആ പെൺകുട്ടിയെ 20 വയസ്സെന്ന് കാണിച്ച് രേഖകളൊക്കെ കാണിച്ച് അവസാനം വളരെയധികം ശ്രമങ്ങളൊക്കെ നടത്തി പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും NGOസിന്റെ ഒക്കെ സഹായത്തോടെ ആ കുട്ടിയെ റിഹാബിലേറ്റ് ചെയ്ത് ആ കുട്ടിയെ തിരിച്ച് അയക്കാനും പിന്നീട് ആ കുട്ടിയെ നേരിട്ട് കാണാനും, കുട്ടി പിന്നീട് ഒരു കൈത്തൊഴിലൊക്കെ പഠിച്ചു, ഇപ്പോ മേസണായിട്ട് വർക്ക് ചെയ്യുന്നു. ആ കുട്ടി കല്യാണം കഴിച്ച് 2 കുട്ടികളുടെ അമ്മയാണ്. പാലക്കാട് നിന്ന് 14 വയസ്സിൽ പെട്ട് നമ്മളൊക്കെ വേണമെങ്കിൽ ബാല്യവേശ്യ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റിയെന്നുള്ള, അത് എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല, അത് മറ്റുള്ള പലരെയും കൂടെ സഹായത്തിൽ, പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ സഹായത്തിലൂടെ NGOസിന്റെ സഹായത്തിലൂടെ ആ കുട്ടിയെ റിഹാബിലേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ കുട്ടിക്കടത്തിന് പോകുന്ന ധാരാളം കുട്ടികൾ, 100 കണക്കിന് കുട്ടികളെ കടത്തിന് വേണ്ടി അവർക്കൊക്കെ നമ്മളിവിടെ വന്ന് അവരെയൊക്കെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റി. ഇങ്ങനെ വളരെ കുറെ സന്തോഷകരമായ കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതായത് അങ്ങ് ഈ വളരെ സത്യസന്ധമായിട്ട് ഈ പ്രോസിക്യൂട്ടർ എന്നുള്ള ജോലി ചെയ്തപ്പോൾ മുകളിൽ നിന്നും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഇന്റർഫെയർ, അതായത് നമ്മുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപാടുകൾ, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ ഈ ജനാധിപത്യത്തിൽ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു ബേസിക് പ്രശ്നം. അപ്പൊ അങ്ങയുടെ അനുഭവത്തിൽ എത്രത്തോളം ഇന്റർഫെയർ ഉണ്ടായിട്ടുണ്ട്? കേസിന്റെ നടത്തിപ്പിലോ അല്ലെങ്കിൽ ബെയിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൊന്നും, അതായത് സത്യസന്ധനായുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരെ പുറമേ നിന്ന് സ്വാധീനിക്കില്ല എന്നാണ് എന്റെ ജീവിതം പഠിപ്പിച്ചിരിക്കുന്നത്. അയാൾ പക്ഷെ 100% സത്യസന്ധനായിരിക്കണം. ഏത് തരത്തിൽ പണം വാങ്ങുക, സാധനങ്ങൾ വാങ്ങുക, അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സത്യസന്ധനാണ്. നിങ്ങളെ ആരെങ്കിലും സ്വാധീനിക്കാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ സത്യസന്ധനല്ലാതിരിക്കുന്ന സമയത്താണ് നിങ്ങളെ സ്വാധീനിക്കാൻ വരിക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന കാര്യം ഈ കേസുകളുടെ വിഡ്രാവലാണ്. അപ്പൊ ഞാൻ ഓരോ കേസ് വിഡ്രോ ചെയ്യുമ്പോഴും സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടെങ്കിലും, സർക്കാരല്ല, നിയമത്തിൽ പറയുന്ന പ്രോസിക്യൂട്ടർ ഹാസ് ടു അപ്ലൈ ഹിസ് മൈൻഡ് ആണ്. പ്രോസിക്യൂട്ടർ ആലോചിച്ചിട്ടേ കോടതിയിൽ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. 100%, ഞാൻ 100 കണക്കിന് വിഡ്രോവൽ പെറ്റീഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും 100% അത് കൊടുത്തു കഴിഞ്ഞാൽ 2 പാർട്ടിക്ക് നല്ലതാണെന്ന് തോന്നിയ കേസുകൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഈ കൊടുക്കാത്ത കേസുകൾ പലപ്പോഴും നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് മന്ത്രി തലത്തിലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അങ്ങനെയൊക്കെ പല ആൾക്കാരും പല രീതികളിൽ അവര് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ധൈര്യപൂർവ്വം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചുക്ക് നമ്മളെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെ പേടിച്ച്, ഒരു ട്രാൻസ്ഫർ, ഒരു സ്ഥലമാറ്റം പേടിച്ച് അവർക്ക് യെസ് മൂടിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ യെസ് പറയേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2-3 ട്രാൻസ്ഫർ അതിന്റെ പേര്. ഏതെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുന്നതാണോ? ആളുകളെ പേര് പല കാര്യങ്ങളൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസില് മന്ത്രി തന്നെ എന്നോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു ആ കേസ് വിഡ്രോ ചെയ്യണം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റാണ്, പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട്, വളരെ അടുത്തറിയാവുന്ന ഒരു മന്ത്രിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഞാൻ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു പരിധിയിൽ കൂടുതൽ നിർബന്ധിക്കാനും പറ്റില്ല എന്ന് വായിച്ചപ്പോൾ എന്നെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വേറെ പ്രോസിക്യൂട്ടർ വന്നു, ആ കേസ് വിഡ്രോ ചെയ്ത് പോയി. പിന്നെ കേസ് ഒരു വിഡ്രോ, വളരെ സെൻസേഷനായ കേസ്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു പോയി വിഡ്രോവൽ ഓർഡർ കക്ഷി വാങ്ങിച്ചിട്ട് വന്നു. ആ വിഡ്രോവൽ ഓർഡർ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരിച്ച് അത് വളരെയധികം ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് മിനിസ്റ്റർ. അദ്ദേഹത്തിന് അത് എഴുതി ത്രൂ പ്രോപ്പർ ചാനൽ അത് അയച്ചു. അദ്ദേഹത്തിന് അവർക്ക് തെറ്റ് മനസ്സിലാക്കി ആ വിഡ്രോവൽ ഓർഡർ പിന്നീട് വിഡ്രോ ചെയ്തു. അപ്പൊ അങ്ങനത്തെ അതിലൊക്കെ പക്ഷെ വളരെയധികം പല ആൾക്കാരെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചു. അത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ ധൈര്യപൂർവ്വം നിന്നതുകൊണ്ട് അവസാനം വിഡ്രോ ചെയ്യാനുള്ള ഓർഡർ തന്നെ സർക്കാർ വിഡ്രോ ചെയ്തു. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം നാടക പ്രവർത്തകൻ എന്നൊരു ശിഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്രോസ് ബെൽറ്റ് നാടകം ഒരു നീതിനിഷ്ഠനായ, ഒരു സത്യസന്ധനായ ആന്റി കറപ്ഷൻ ഓഫീസറുടെ കഥയാണ്. അത് കണ്ടു കാണും സിനിമയൊക്കെ. ഈ തെറ്റ് മാത്രമായ ലോകത്ത് തെറ്റാതിരിക്കുന്ന തെറ്റെന്ന് എന്നയുടെ ഒരു ഡയലോഗ് ഇതിനകത്തുണ്ട്. ഇയാൾ അവസാനം ശിക്ഷിക്കപ്പെടുന്നു കൈക്കൂലി കേസ്. രാഷ്ട്രീയക്കാരും മറ്റുള്ള പോലീസുകാരും എല്ലാം അവിടെ ചേർന്നു ഇയാളെ ശിക്ഷിക്കപ്പെട്ട അയാൾ ജോലി പോകുന്ന സാഹചര്യത്തിൽ ഈ ക്യാരക്ടറിന്റെ മുന്നോക്കി പറയാണ്, സാറേ ഈ ലോകവും തിരിയണം, അത് വെറുതെ തിരിയത്തില്ല, അത് ചവിട്ടി തിരിക്കണം, അതിന് എൻ്റെ അമ്മൂനെ പോലെ ആയിരക്കണക്കിന് അമ്മ മരിക്കേണ്ടി വരും. തെറ്റ് മാത്രമായ ലോകത്ത് തെറ്റാതിരിക്കുന്ന ആ തെറ്റ്. അയാള് വൃദ്ധനായ കിടപ്പായി പോയൊരു കമ്മ്യൂണിസ്റ്റുകാരനാ.
അയാൾ പറയുന്നത് തെറ്റാതിരിക്കുന്നത് തെറ്റെന്ന് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ആ സത്യസന്ധനായ മനുഷ്യൻ ആ ക്രോസ് ബെൽറ്റ് അഴിച്ച് വയ്ക്കുകയാണ്. അല്ല, ഞാൻ മാറ്റി നിന്ന് പറയുന്നതാണ് രംഗം. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ സത്യസന്ധമായി നമ്മൾ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ വേണ്ടി ഉള്ള ഒരു പ്രചോദനം ആവട്ടെ നമ്മളെ ഇന്റർവ്യൂ. കാരണം സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സംതൃപ്തമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാണ് സാറിന്റെ സർവീസിലൂടെ സാർ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂവിന്റെ ഒരു സന്തോഷവും. ഞാൻ അത് അത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് അനാവരണം ചെയ്യുക. നമ്മളെ പുതിയതായിട്ട് വരുന്ന ജോലിക്കൊക്കെ ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനം ആവട്ടെ നമ്മളതിന്റെ. പിന്നെ പല സാധാരണക്കാർക്കും സാറിനെ പോലെ ഒരു ആളുകളുടെ അതിന്റെ വാചകം നേരിട്ട് നമ്മുടെ ചാനലിലൂടെ ഒക്കെ കേൾക്കാൻ കഴിയുമെങ്കിൽ അതും വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ നമ്മളൊരു വലിയ പത്രപ്രവർത്തനായ നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ലല്ല, ഏത് സർവീസിലാണെങ്കിലും പ്രത്യേകിച്ച് സർക്കാർ സർവീസിലാവുമ്പോൾ അഴിമതി ചെയ്യാനുള്ള, അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരും ഇല്ല, അതുപോലെ തന്നെ. പക്ഷെ നമുക്കുണ്ടാവുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും, ചിലപ്പോൾ പേഴ്സിൽ ടെലിഫോൺ ബിൽ അടയ്ക്കാൻ പേഴ്സിൽ പൈസ ഉണ്ടാവില്ല. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും ഒരാളൊരു നോട്ട് നീട്ടിയാൽ, അത് 500 ആവട്ടെ, 1000 ആവട്ടെ, 2000 ആവട്ടെ, നീട്ടിയാൽ വേണ്ട എന്ന് പറയാൻ. അപ്പൊ ഞാൻ പലപ്പോഴും എന്റെ പ്രോസിക്യൂട്ടർമാരോട് പറയും, നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ വാങ്ങില്ല എന്നാണ് പറയേണ്ടത്, വേണ്ടാന്നല്ല. വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേറെ ആളുടെ വാങ്ങാന്നാവും. അപ്പൊ അത് വാങ്ങില്ല എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടാവണം. എന്നുവെച്ചാൽ നമുക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ട്, ആ ജീവിക്കാനുള്ള ശമ്പളം തരുന്നുണ്ട്, അതിനനുസരിച്ച് വേണം ജീവിക്കണം. എല്ലാ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മൾ വേറെ ജോലിക്ക് പോവാം, അത്രേ. നമുക്ക് മര്യാദക്ക് ജീവിക്കാൻ മലയാളിയുടെ ഒരു നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചെലവുകളും അതാണ് പലപ്പോഴും കൈക്കൂലി കാണിക്കാതെ ജീവിക്കാതൊക്കെ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, സാറിനെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. ഓ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അല്ല, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിന്റെ ചോദ്യങ്ങൾ ക്ലോസപ്പോൾ എടുക്കാൻ ഞങ്ങള് വല്ല കുഴപ്പമുണ്ട, അത് ഫ്ലുവൻ്റായിട്ട് പോയാ. ഇനി എന്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും എന്തിനുണ്ടെങ്കിൽ ഇന്റർകട്ട് വേണമെങ്കിൽ ഒരു കുലുക്കം, തല കുലുക്കം. സാറിന്റെ ക്ലോസപ്പ് ഉണ്ടല്ലോ, എടുത്തിട്ടുണ്ടല്ലേ? അതിട്ടോളാം. അത് ഞാനൊരു ക്യാമറമാനായിട്ട് ചോദിച്ചതാണ്.